ഡിയർ ഫ്രണ്ട്സ്, ഗണിത അധ്യാപകർക്ക് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന റോബോ കോമ്പസ് എന്ന ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഗൂഗിൾ പേജിൽ സെർച്ച് എന്നുള്ള ഭാഗത്ത് റോബോ കോമ്പസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ആദ്യം കാണുന്ന www.robocompass.com എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ള വിൻഡോയിൽ ഓപ്പൺ റോബോ കോമ്പസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിലാണ് റോബോ കോമ്പസിൻ്റെ പേജ് തുറന്നു വരുന്നത്. ഇവിടെ ഇടതുവശത്ത് ടൈപ്പ് ഹിയർ എന്ന ഭാഗത്താണ് ആവശ്യമായ കമാൻഡുകൾ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിന് അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻസ് കാണുന്ന ഭാഗമാണ് നടുക്കുള്ള ഈ ഗ്രിഡ് വ്യൂ. ഞാനിവിടെ ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഫയൽസ് സേവ് ചെയ്യാനും പിന്നീട് ഉപയോഗിക്കാനുമുള്ള സൗകര്യമുണ്ട്. മൈ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഫയൽസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫയലിന് നേരെയുള്ള ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ തുറന്നു വരുന്നത് നമുക്ക് കാണാം. മുകളിൽ ഇടതുവശത്ത് കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള കമാൻഡ്സിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. വലതുവശത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഹൗ ടു എന്നതിൽ ക്ലിക്ക് ചെയ്താൽ സപ്പോർട്ടഡ് കമാൻഡ്സ് എന്ന ഒരു പേജ് കാണാം. ഏത് രീതിയിലാണ് കമാൻഡ്സ് കൊടുക്കേണ്ടതെന്ന് ഇതിൽ വിവരിച്ചിട്ടുണ്ട്. പോയിൻ്റ് വരുത്തണമെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിൽ കമാൻഡ് കൊടുക്കാം. പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിൽ 3, 4 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ലെറ്റർ കൊടുത്തിട്ട് ഈക്വൽ ടു പോയിൻ്റ് 3, 4 എന്ന് കൊടുക്കാം. ലൈനാണ് വരയ്ക്കേണ്ടതെങ്കിൽ ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിൽ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ കൊടുക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈക്വൽ ടു സൈൻ ഇട്ട് ബ്രാക്കറ്റിൽ ഏത് പോയിൻ്റാണോ വേണ്ടത്, ഇപ്പോൾ AB ആണെങ്കിൽ അങ്ങനെ സൂചിപ്പിച്ചാൽ മതി. ആർക്ക്, പെർപെൻഡിക്കുലർ ലൈൻസ്, പാരലൽ ലൈൻസ്, ആംഗിൾ, പോളിഗൺ എന്നിങ്ങനെയുള്ള ഓരോ കമാൻഡ്സും എങ്ങനെ കൊടുക്കണമെന്ന് ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഗ്രിഡ് ലൈൻസിനോട് കൂടിയ ഈ ജോമെട്രിക്കൽ വ്യൂ ഭാഗം ഇപ്പോൾ 3Dയിലാണ് കിടക്കുന്നത്. 2 ഡയമെൻഷൻ ആക്കാനായിട്ട് വലതുവശത്ത് കാണുന്ന ഓപ്ഷൻസിൽ 2D ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രിഡ് ലൈൻസ് ഹൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കമാൻഡ്സ് കൊടുക്കുമ്പോൾ കോർഡിനേറ്റ് പോയിൻറ്റ്സ് കൃത്യമായി മനസ്സിലാക്കാൻ ഗ്രിഡ് ലൈൻസ് ഹൈഡ് ചെയ്യാതെ പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഹെഡിങ്ങും മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിനുള്ളിൽ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സമഭുജ ത്രികോണത്തിൻ്റെ നിർമ്മിതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെഡിങ് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. പോയിൻ്റ് ഇടുന്നതിനായി A = .-50 എന്ന് കൊടുക്കുന്നു. പോയിൻ്റ് A എന്ന് വന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ B = .50 എന്ന് കൊടുക്കുന്നു. B എന്നുള്ള പോയിൻറ്റും അവിടെ വന്നിട്ടുണ്ട്. സമഭുജ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് കണ്ടെത്തണം. Aയിൽ നിന്നും Bയിൽ നിന്നും വൃത്തഭാഗങ്ങൾ വരച്ചിട്ട് അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കണ്ടെത്തണം. ആർക്ക് വരയ്ക്കാനായിട്ട് സ്മോൾ ലെറ്റർ A = ആർക്ക് ബ്രാക്കറ്റിനകത്ത് Aയിൽ നിന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ A കേന്ദ്രമായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ക്യാപിറ്റൽ A എന്നുള്ള പോയിൻ്റ് കൊടുത്തു. 10 എന്നുള്ളത് നമുക്ക് അതിൻ്റെ റേഡിയസ് ആണ്, അടുത്ത് വരുന്നത് റേഡിയസ് ആണ്. റേഡിയസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി കൊടുക്കേണ്ടത് എവിടം മുതൽ എവിടം വരെ അതിൻ്റെ വര നീങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 50,25 എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യണം. ഈ വന്നിരിക്കുന്ന വര കുറച്ചുകൂടി മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 50 എന്നുള്ളത് 70 ആക്കി മാറ്റാണ്. ഇപ്പോൾ അത് കൃത്യമായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് മുകളിൽ വരാവുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ B സെൻറ്ററായിട്ട് ആർക്ക് വരയ്ക്കാവുന്ന കമാൻഡ് നമുക്കിവിടെ കൊടുക്കാം. B = ആർക്ക് ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ B, 10, 120, 25 എന്ന് കൊടുത്ത് ഞാൻ എൻ്റർ പ്രസ് ചെയ്യണം.
ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആർക്ക് മുൻപത്തെ ആർക്കിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നുകൂടി നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 120 എന്നുള്ളത് 110 കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടെത്താനായിട്ട് ഒരു കമാൻഡ് കൊടുക്കണം. സി ഈക്വൽ ടു പോയിൻ്റ് ബ്രാക്കറ്റിനകത്ത് ഇൻ്റർസെക്റ്റ്, വീണ്ടും ബ്രാക്കറ്റിനകത്ത് ആർക്കിന് റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ലെറ്റർ കൊടുക്കുകയാണ്, എ കോമ ബി. നമ്മൾ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലാസ്റ്റ് 2 ബ്രാക്കറ്റ് കൊടുക്കണം. അതുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്ത് നമുക്കവിടെ ആ സി എന്നുള്ള പോയിൻ്റ് കാണാനായിട്ട് സാധിക്കും. ഈ വരച്ചിട്ടുള്ള ആർക്കിൻ്റെ കളർ മാറ്റാനായിട്ട് നമുക്ക് ഈ ആർക്കിന് നേരെ ഇവിടെ ഒരു വീൽ ചിഹ്നം കാണാം, നമുക്ക് സെറ്റിങ്സിൻ്റെ ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് മാറ്റിയിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ എ എന്നുള്ള ആർക്കിൻ്റെ കളറ് ഗ്രീനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ എ എന്നുള്ള ഒരു ലേബൽ അവിടെ വന്നിട്ടുണ്ട്. ആ ലേബൽ കളയാനായിട്ട് നമുക്ക് ആ ഷോ ലേബലിലെ ടിക്ക് മാർക്ക് കളഞ്ഞാൽ മതി. അതുപോലെ ഞാൻ രണ്ടാമത്തെ ആർക്കിൻ്റെയും കളർ ഗ്രീൻ ആക്കുകയാണ്. അതുപോലെ ആ ലേബൽ ഹൈഡ് ചെയ്യുകയാണ്. ആർക്കിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിനെ സൂചിപ്പിക്കുന്ന സി എന്നുള്ള ആ ലേബൽ ഒന്ന് മുകളിലോട്ട് വരുത്താനായിട്ട് ഞാൻ ഇവിടെ സെറ്റിങ്സിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാറ്റം വരുത്തുകയാണ്. അതുപോലെ എ എന്ന പോയിൻറ്റിൻ്റെയും ബി എന്ന പോയിൻറ്റിൻ്റെയും ആ ലേബൽ പൊസിഷൻസൊക്കെ ഞാനൊന്ന് സെറ്റിങ്സിൽ പോയി മാറ്റുകയാണ്. വലതുവശത്ത് കാണുന്ന 2D ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 3D ആവും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 2D ആവും. അതുപോലെ മുകളിൽ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീനായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. കണ്ണിൻ്റെ ചിഹ്നമുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻസ് മാറ്റിയിട്ട് പ്ലെയിൻ വ്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ സെറ്റിങ്സിൽ കൺസ്ട്രക്ഷൻ നടന്നു വരുന്നതിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് ആ ബാർ നമുക്ക് അറ്റത്തേക്ക് കൊണ്ടുവച്ചാൽ സ്പീഡ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൽ അപ്ലൈ ദ സ്പീഡ് ടു ഓൾ, അത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കമാൻഡുകളും അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നല്ല സ്പീഡിൽ വരുന്നതായിരിക്കും. പോയിൻ്റുകൾ കൂട്ടി യോജിച്ച് ലൈൻ വരയ്ക്കാനായിട്ട് ഞാൻ ലൈൻ കമാൻഡ് കൊടുക്കുകയാണ്. അതിനൊരു സ്മോൾ ലെറ്റർ സി കൊടുത്തിട്ട് ലൈൻ ബ്രാക്കറ്റിനകത്ത് എ കോമ സി, അപ്പോൾ എയും സിയും തമ്മിലുള്ള ഒരു ലൈൻ അവിടെ വരുന്നതാണ്. അതുപോലെ ഡി ഈക്വൽ ടു ലൈൻ ബ്രാക്കറ്റിൽ ബി സി കൊടുക്കുന്നു. അതുപോലെ ഇ ഈക്വൽ ടു ലൈൻ എ കോമ ബി അതും കൊടുക്കുന്നു. ഇപ്പോൾ ലൈൻ എ ബി ആദ്യം വരയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതിന് വേണമെങ്കിൽ മുകളിലോട്ട് നീക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഇവിടെ സൈഡിൽ പിടിച്ചിട്ട് ലൈൻ സിയുടെ മുകളിൽ, സി ഈക്വൽ ടു ലൈൻ എ സിയുടെ മുകളിൽ ഞാനിത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കമാൻഡുകളെ മുകളിലോട്ടും താഴോട്ടും കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവച്ചാൽ മതി. അതുപോലെ ഈ ലൈനുകളുടെ ലേബലായിട്ട് വന്നിട്ടുള്ള സി ഡി ഇ ഇതെല്ലാം ഞാൻ ഹൈഡ് ചെയ്യാണ്. പ്ലേ ബട്ടൺ അമർത്തി ഇതുവരെ ചെയ്തൊക്കെ ഒന്ന് പ്രവർത്തിച്ച് നമുക്ക് നോക്കാം. അതുപോലെ ഹെഡിങ് മുകളിലൂടെ സ്ക്രോൾ ചെയ്ത് പോകാതെ നമ്മുടെ ഗ്രിഡ് ലൈൻ വ്യൂവിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിൽ ടെക്സ്റ്റ് കമാൻഡിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നതിന് ശേഷം നമുക്ക് എവിടെയാണ് കൊണ്ടുവരുന്നത് ആ പോയിൻ്റ് ഓഫ് കോർഡിനേറ്റ്സ്, ആ കോർഡിനേറ്റ്സ് പോയിൻറ്റ്സ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ മാറ്റം വരുത്തിയിട്ട് അത് ഗ്രിഡ് വ്യൂവിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കോർഡിനേറ്റ് പോയിൻറ്റ്സിൻ്റെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഹെഡിങ് അങ്ങനെ മാറി പൊസിഷൻ മാറി വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോളിഗൺ വരയ്ക്കാനായിട്ട് ഡി ഈക്വൽ ടു പോളിഗൺ ബ്രാക്കറ്റിൽ ആ പോയിൻറ്റ്സ് മെൻഷൻ ചെയ്യണം, എ കോമ ബി കോമ സി. ഇനി കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽ കമാൻഡ് കൊടുക്കുകയാണ്. ഫിൽ ബ്രാക്കറ്റിൽ ഡി, എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് കളർ ഫില്ലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ കമാൻഡ്സും പൂർത്തിയായിട്ടുണ്ട്. നമുക്കതൊന്ന് ഇനി പ്ലേ ചെയ്ത് നോക്കാം.
മുകളിൽ കാണുന്ന മെനുവിലെ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ടൈറ്റിൽ നമ്മൾ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് കൊടുത്ത് ഞാനത് സേവ് ചെയ്യുകയാണ്. ഇതിൽ സേവ് എന്നുള്ള ബട്ടൻ്റെ അടുത്ത് തന്നെ ഷെയർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ URL അഡ്രസ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതുപോലെ മുകളിലെ മെനു ബാറിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓപ്പൺ ഫയൽ, ഡൗൺലോഡ് ഫയൽ, ഷെയർ URL, എംബഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ എംബഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ HTML ഫയലിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ടാഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന HTML ഫയലിലൊക്കെ അത് കൊടുക്കാവുന്നതാണ്. ഈ കമാൻഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും HTML ഫയലിനുള്ളിൽ ഈ പിക്ചർ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഈ റോബോ കോമ്പസിൻ്റെ സൈറ്റിൽ തന്നെയാണ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മുകളിലെ മെനു ബാറിൽ എക്സാമ്പിൾസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്തിട്ടാണ് കുറച്ച് വർക്കുകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. റോബോ കോമ്പസിൻ്റെ കൂടുതൽ കമാൻഡുകൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഇത് ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്കുള്ള റിസോഴ്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.